സത്യഭാമേ, ഇവിടെ വന്നേ. ഇന്ദുലേഖ ഇന്ന് ഗൾഫിൽ നിന്ന് വരുവാ. അവൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി വെക്കണം. അതെനിക്കറിയാം. അവൾ എത്ര കാലമായിട്ട് വരുന്ന എല്ലാ സംഗതി ഉണ്ടാക്കി വെച്ചോളാം. ഓക്കെ. ആ, ഞാൻ അവളെ പെട്ടെന്ന് വിളിച്ചോണ്ട് വരാം. അയ്യോ ഇതുപോലെ പെട്ടി ഞാൻ എടുത്തോളാം പെട്ടിയൊക്കെ. മോൾക്ക് ഇഷ്ടമുള്ള പാവയ്ക്ക കൊണ്ടാട്ടം, കൂട്ടുകറി, വെണ്ടക്ക മെഴുക്ക് പറ്റി, ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാം. കുറച്ച് കഴിയട്ടെ ചേച്ചി. അമ്മേ, എന്തോ ഇത്രയും നാളെ നീ അറബ് നാട്ടിൽ അലഞ്ഞെറിഞ്ഞിട്ടും എടി ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായോ? ആട്ടെ, എന്നാ നീ തിരിച്ചു പോകുന്നത്? ഞാൻ ഇന്നലെ വന്ന് കയറിയല്ലേ ഉള്ളൂ. ഇന്ന് തന്നെ തിരിച്ചു പോണോ? നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ടത്. നീ പോയല്ലേ പറ്റൂ, അല്ലെങ്കിൽ വീടിന്റെ മാസവാടക ആര് കൊടുക്കും? ഞങ്ങളെ ചെലവാര് നോക്കും? എല്ലാം എന്റെ തലയിൽ തന്നെ കെട്ടിവെക്ക്. കഴുത്തറ്റം കടത്തിൽ മുങ്ങിയ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാനാണ് ഞാൻ ഗൾഫിന് പോയത്. ഞാൻ ജോലി അതിലേക്ക് തിരിച്ചു പോകുന്നതാണ്. അതെങ്ങനെ ശരിയാകും? അതേ ശരിയാകൂ. 15,000 രൂപയുടെ വാടക വീട് എടുത്തപ്പം ഓർക്കണമായിരുന്നു. 1 സെന്റ് ഭൂമി വാങ്ങാനും ഒരു കൂര കൂട്ടാനും ഞാൻ അയച്ച പണം മുഴുവനും നിങ്ങൾ തൂർത്തടിച്ചു. ജോലിയൊന്നുമില്ലാതെ കറങ്ങി നടക്കാനും കൂട്ടുകാരുമായി കള്ളു കുടിക്കാനും എന്റെ പണം വേണം അല്ലേ? ഞാൻ സമ്പാദിച്ച പണം കൊണ്ട് ചേച്ചി 25 പവൻ കൊടുത്ത് കെട്ടിച്ച് അയക്കാനും അടിപിടി ഉണ്ടാക്കി ജയിലിൽ പോയ ചേട്ടനെ ലക്ഷങ്ങൾ മുടക്കി തിരിച്ചിറക്കിക്കൊണ്ട് വന്നേ. പെട്ടെന്നെല്ലാം അങ്ങ് മറന്നുപോയല്ലേ? ഇനി ഞാൻ തിരിച്ചു പോണമല്ലേ? ഇനിയും തോർക്കാനടി. ഞാനും സത്യഭാമയും ഒപ്പം നീയും കെട്ടാച്ചിറക്കളായി ഇവിടെ നിന്ന് പോയില്ലേ? ഇനി ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടാവുമ്പോ നിസാര കാര്യങ്ങൾക്ക് ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കി വീട്ടിൽ വന്ന് നിൽക്കുന്നത്, അതും ഞാനാണ് കുറ്റക്കാരി. അന്യനാട്ടിൽ പോയി ചോര നീരാക്കി പണിയെടുക്കുമ്പോഴും എന്റെ സഹോദരങ്ങളുടെ മുഖമായിരുന്നു എന്റെ മനസ്സിൽ. ഞങ്ങളെ മുഖം സ്വപ്നം കണ്ടോണ്ടിരിക്കേണ്ടത്. അതെ, ഞങ്ങൾ നിനക്കൊരു അധികപ്പറ്റാണെങ്കിൽ ഞാനും ചേച്ചി എങ്ങോട്ടെങ്കിലും പോയേക്കാം. അല്ലെങ്കിൽ ഇത്തിരി വിഷം വാങ്ങിച്ചെന്ന് ഞാനും ചേച്ചി അങ്ങ് ചപ്പോളാം. ഇതെല്ലാം ഞാൻ കേൾക്കണം. എന്റെ ഈ ജന്മം ഇങ്ങനെയായി കരഞ്ഞു തീരാൻ മാത്രമാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്. പൂങ്കണ്ണീരൊഴുക്കാൻ പെണ്ണുണ്ടെങ്കിൽ പൂവാലന്മാര് തനിയേ വരുവടി. ആർക്കറിയാം നീ അവിടെ എങ്ങനെയൊക്കെ ജീവിക്കുന്ന? മതി, നിർത്ത്. നീ ആദ്യം പറഞ്ഞ് മുന്നോട്ട് പോണ്ട. ഞാൻ പോയേക്കാം. നീ കേരളത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. ഒരു കാര്യം പറയാൻ ഞാൻ മറന്നു സഹോദരങ്ങളോട്. നന്ദി, എല്ലാത്തിനും നന്ദി.